കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നമ്മുടെ മുറ്റത്ത് കൺവെൻഷൻ്റെ പ്രാരംഭ രാത്രിയിൽ നാം ഒരുമിച്ചിങ്ങനെ ആയിരിക്കുന്നു. നല്ല മഴ നമുക്ക് ലഭിച്ചു. ഇപ്പോൾ നല്ല അന്തരീക്ഷമാണ്, വലിയ ചൂടൊന്നുമില്ല. പഴുത്തുകൊണ്ടിരുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളായിരുന്നത്. എങ്കിലും മഴ ലഭിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ലഭിക്കേണ്ട സമയത്ത് നമുക്കത് ലഭിച്ചു. യോഗത്തിന് തടസ്സമാകാതെ ദൈവം ഇത്രത്തോളം സഹായിച്ചു. അനുഗ്രഹീതമായ ഗാനങ്ങൾ കേൾക്കുവാനായിട്ടിടയായി. തുടർന്ന് അല്പസമയം ദൈവവചനവുമായിട്ട് നിങ്ങളുടെ മധ്യയായിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പരിചിതരായ ധാരാളം പേരുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ ഈ ദേവദാസൻ സാമ്പാസ് ഓർപ്പിച്ചതുപോലെ ഈ പ്രദേശത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ധാരാളം ഭവനങ്ങൾ ഇവിടെയുണ്ട്. ഞങ്ങളുടെ രക്തത്തിനും മാംസത്തിനും മാംസവുമായ പല പ്രിയപ്പെട്ടവരും ഇവിടെ പാർക്കുന്നു. അപ്പോൾ ഈ ദേശത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു യോഗം നടത്തുവാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചു, ആഗ്രഹിച്ചു. അതിൻ്റെ പ്രഥമ രാത്രിയാണ്. കൂടി വന്ന എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ദൈവദാസന്മാർ പലരും ഇവിടെയുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ ആഗ്രഹിച്ച ഞങ്ങളുടെ മുറ്റത്ത് കൺവെൻഷൻ്റെ പ്രാരംഭ രാത്രിക്കായി സ്തോത്രം. അനുഗ്രഹീതമായ ഗാനങ്ങൾ ഞങ്ങൾക്ക് നൽകി. തുടർന്ന് അല്പസമയം ദൈവവചന ചിന്തയുമായി ഞങ്ങളായിരിക്കട്ടെ. കർത്താവ് ഹാമേ ഹല്ലേലൂയ, ഞങ്ങളോട് ഈ ദേശത്തോട് കടന്നു വന്ന് ഞങ്ങളോടൊക്കെ സംസാരിക്കണമേ. ഞങ്ങളുടെ വചനത്തിൻ്റെ ആ ശക്തി ഇന്ന് രാത്രി വെളിപ്പെടുമാറാകട്ടെ. വചനമയച്ച് സൗഖ്യമാക്കുന്ന യഹോവ, വചനമയച്ച് വിടിവിക്കുന്ന ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവ് ഈ ദേശത്ത് വന്നിരിക്കുകയാൽ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രാത്രി ഞങ്ങളെല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. മനോഹരമായ ഗാനങ്ങൾ ഞങ്ങളുടെ സഹോദരന്മാരൊക്കെ ആലപിച്ചു. അവരെല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് അനേക വേദികളിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നവരാണ്. ഞങ്ങളോടൊപ്പം ഈ പ്രദേശത്ത് അവരുമായിരിക്കുന്നതിൽ അവരെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ തിരുവെഴുത്തിലെ ഒരു 2 സൂക്തങ്ങൾ വായിച്ചുകൊണ്ട് എൻ്റെ പ്രഭാഷണം ഇവിടെ ഇന്ന് രാത്രിയിൽ ആരംഭിക്കുകയാണ്. തിമോഥെയോസിന്റെ 1-ാം ലേഖനം 1:15 ഇപ്രകാരം വായിക്കുന്നു: ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടെ ആ വചനം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ഈ ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. അടുത്ത സൂക്തം ഇങ്ങനെയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 2-ാം വാക്യമാണ്: ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും അവന്റെ നേരെ പിറുപിറുത്തു. പ്രൈസ് ദി ലോർഡ്. ഇവൻ പാപികളെ കൈക്കൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. അവരെ കൈക്കൊള്ളുന്നു മാത്രമല്ല, അവരോടുകൂടെ ഭക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് ആരാണ് പിറുപിറുത്തത്? ശാസ്ത്രിമാരും പരീശന്മാരും പിറുപിറുത്തു. പ്രൈസ് ദി ലോർഡ്. രാത്രിയിൽ പലരും കൈക്കൊള്ളാതെ നമ്മെ തള്ളിക്കളയുമ്പോൾ, പലർക്കും നമ്മെ വേണ്ടാതെ ഇരിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, കൈക്കൊള്ളുന്ന ഒരു യേശു ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ഓ പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിനെ ഉയർത്തുവാനാണ് ഞങ്ങൾ ഈ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നത്. ഒറ്റ കാര്യമേ പ്രാർത്ഥിച്ചുള്ളൂ: കർത്താവെ, നിന്റെ വചനം ഈ ദേശത്തോട് അറിയിക്കണമെങ്കിൽ ഈ യോഗത്തിന് തടസ്സമുണ്ടാകരുത്. തടസ്സമുണ്ടായില്ലല്ലോ. അപ്പം നമ്മൾ കേൾക്കുകയാണല്ലോ, വചനം കേൾക്കുക, മനോഹരമായ ഗാനങ്ങൾ കേൾക്കുക. മഴയും നമുക്ക് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം കർത്താവ് നമുക്ക് വേണ്ടി തക്ക സമയത്ത് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം എന്താണ് സുവിശേഷം. പൗലോസ് പ്രകാരം വിളിച്ചു പറയുന്നു: ദാവീദിന്റെ സന്തതിയായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. എൻ്റെ സുവിശേഷം എന്ന പൗലോസ് പറയുന്നെങ്കിൽ ഞങ്ങളും അത് ഏറ്റു പറയുകയാണ്. അത് തന്നെയാണ് ഞങ്ങളുടെ സുവിശേഷം. അപ്പൊ യേശു ക്രിസ്തുവാണ് സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. ഒറ്റ വാക്കിൽ അത് പറയുന്നു. അടുത്തത് പറയുന്നു, എന്തുകൊണ്ട്, പലരുടെയും ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് നിങ്ങൾ ഈ സുവിശേഷം പ്രസംഗിക്കുന്നു? പലരുടെയും ഉള്ളിലുള്ള ഒരു ചോദ്യമാണ്. കാരണം എവിടെ നോക്കിയാലും, ഏത് മുക്കിനും മൂലയിൽ നോക്കിയാലും പരസ്യയോഗങ്ങൾ, സ്തോത്രം, പബ്ലിക്കായി നിന്നുകൊണ്ട് യേശു വേഗം വരുന്നു, യേശു രക്ഷിക്കുന്നു ഇത്യാദി വാക്കുകളാണ് എവിടെയും നമ്മൾ കേൾക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സുവിശേഷം പ്രസംഗിക്കുന്നത്, വിളിച്ചു പറയുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട്. എൻ്റെ ഒരു സ്നേഹിതൻ എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ്: നിങ്ങൾ ഈ സുവിശേഷം അല്ലെങ്കിൽ ഈ വചനം അനുസരിച്ചാൽ പോരെ, അനുസരിച്ചങ്ങ് ജീവിച്ചാൽ പോരെ?
പറയാം, ചില കാരണങ്ങൾ പറയാം എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ സുവിശേഷം അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന്. ആമേൻ. ചില കാരണങ്ങൾ പറയാം. സ്തോത്രം. അതിൽ ഒരു കാരണം ഹല്ലേലൂയ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളാണ്. ഹല്ലേലൂയ സ്തോത്രം. അവിടെ കാണുന്നു, ആമേൻ, യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ വന്ന് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. ആമേൻ. എന്താണ് യേശുവിന്റെ പ്രസംഗം? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി. ഇത് യേശുവിൻ്റെ പ്രസംഗമാണ്. ആദ്യത്തെ സുവിശേഷ പ്രസംഗം യേശുവാ. നമുക്കറിയാം യേശുവും യോഹന്നാനും തമ്മിൽ 6 മാസത്തെ വ്യത്യാസമുണ്ട്. ആമേൻ. യോഹന്നാൻ അന്ന് യേശുവിനെ പരിചയപ്പെടുത്തുവാൻ മുന്നോടിയായി ലോകത്തിലേക്ക് വന്ന ആമേൻ സ്ത്രീകളിൽ ജനിച്ച ഏറ്റവും വലിയവനാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുവിനെ പരിചയപ്പെടുത്തുവാൻ വന്ന ഈ യോഹന്നാൻ തടവിലായി. നീതിക്ക് വേണ്ടി നമുക്കറിയാമ ചരിത്രം, അല്ലെങ്കിൽ അതിലേക്ക് പോകുന്നില്ല. നീതിക്ക് വേണ്ടി യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറെ യേശു ഗലീലയിലേക്ക് വന്നു, രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അപ്പോൾ ഹല്ലേലൂയ യേശു പ്രസംഗിച്ച സുവിശേഷം നാം ഓരോരുത്തരും ഇന്നും ഏറ്റു ചൊല്ലുകയാണ്. യേശു പ്രസംഗിക്കുക മാത്രമല്ല, യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, യു ഗോ ആൻഡ് പ്രീച്ച് ദ ഗോസ്പൽ ടു എവറി ക്രിയേച്ചേഴ്സ്. ആമേൻ. എല്ലാ സൃഷ്ടികളോടും നിങ്ങൾ പോയി ഈ സുവിശേഷം പ്രസംഗിക്കണം. അപ്പൊ എന്തുകൊണ്ടാണ് സുവിശേഷം പ്രസംഗിക്കുന്നത്? ഒന്ന്, യേശു തന്നെ പ്രസംഗിച്ച് ആരംഭിച്ചു. 2, ആമേൻ, ശിഷ്യന്മാരോട് യേശു കൽപ്പിക്കുന്നു, നിങ്ങൾ പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും. മത്തായി സുവിശേഷത്തിൽ യേശു പറഞ്ഞ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് ആമേൻ സുവിശേഷം പ്രസംഗിക്കുക, സകലരെയും ശിഷ്യരാക്കുക എന്ന് മത്തായി പറയുമ്പോൾ, മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം 15-ാം അധ്യായത്തിൽ പറയുന്നു, യു ഗോ ആൻഡ് പ്രീച്ച് ദ ഗോസ്പൽ ടു എവറി ക്രിയേച്ചേഴ്സ്. നിങ്ങൾ പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുക. അപ്പോൾ യേശു കൽപ്പിച്ചത് കൊണ്ടാണ് ആമേൻ ഞങ്ങൾ ഇത് പ്രസംഗിക്കുവാനായിട്ടിടയായിത്തീരുന്നത്. ഇത് ആചരിക്കുക മാത്രമല്ല, ഇത് പ്രസംഗിക്കപ്പെടണം ആമേൻ എന്നുള്ളത് കർത്താവിൻ്റെ കൽപ്പന ആയതുകൊണ്ട് അച്ഛാ നമ്മളത് ഏറ്റെടുത്ത് ഹല്ലേലൂയ ഇന്നും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അടുത്തത്, രണ്ടാമത്തെ കാരണം എന്തുകൊണ്ടാണ് യേശുവിനെ ഞങ്ങൾ അല്ലെങ്കിൽ സുവിശേഷം പ്രസംഗിക്കുന്നത്. രണ്ടാമത്തെ കാരണം വിശുദ്ധ മത്തായി സുവിശേഷം 24-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, ദൈവരാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെ പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. ആ വാക്കൊന്ന് ശ്രദ്ധിച്ചേ. ദൈവരാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. The gospel shall be preached among all nations and then there will be the end come. Amen. Amen. സ്തോത്രം. അച്ഛാ, ഈ ലോകത്തിനൊരു അവസാനം ഉണ്ടെന്ന്, ഇത് നിലനിൽക്കുന്നതല്ല. Praise the Lord. അപ്പോൾ അതുകൊണ്ട് അതിന് മുന്നോടിയായി, ലോകം അവസാനിക്കുന്നതിന് മുന്നോടിയായി നിങ്ങൾ പോയി സകല സൃഷ്ടികളോട് എന്ത് ചെയ്യണം? ആമേൻ, സുവിശേഷം പ്രസംഗിക്കണം. ആമേൻ, സുവിശേഷം പ്രസംഗിക്കപ്പെടണം. ഭൂലോകത്തിലൊക്കെയും സകല ജാതികൾക്കും സാക്ഷ്യമായി ഈ വചനം പ്രസംഗിക്കപ്പെടുമ്പോൾ അവസാനം വരും. ഹല്ലേലൂയ. കർത്താവ് ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു. ആമേൻ. ശിഷ്യന്മാർ ചോദിച്ചു, നിന്റെ വരവിനും ലോകാവസാനത്തിലും അടയാളം എന്തെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് ധാരാളം അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിലേക്ക് അടക്കുന്നില്ല. പക്ഷേ അതിൻ്റെ അവസാനമായി പറയുന്നു, സുവിശേഷം മുമ്പേ സകല ജാതികളിലും ആമേൻ ഹല്ലേലൂയ പ്രസംഗിക്കപ്പെടണം, അപ്പോൾ അവസാനം വരും. പ്രൈസ് ദി ലോർഡ്. പ്രിയ സ്നേഹിതരെ, ഹല്ലേലൂയ, പ്രിയ ദേശനിവാസികളെ, നിങ്ങൾ ചിന്തിക്കുന്നു ഈ ലോകത്തിനൊരു അവസാനമുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, പഴയ നിയമം ആമേൻ അവസാനിപ്പിക്കുന്ന ഒരു മുന്നറിയിപ്പുമായി മലാക്കിയുടെ പുസ്തകത്തിൽ എന്താ മുന്നറിയിപ്പ്? ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്ന് ദേശത്തിലെ സകല ദുഷ്പ്രവൃത്തിക്കാരും അഹങ്കാരികളും താളടിയാകും. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നു എന്ന് പഴയ നിയമത്തിലെ മലാക്കി അവസാനത്തെ പുസ്തകമായ മലാക്കി വിളിച്ചു പറയുന്നു. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ അതൊന്നും അമ്മയെ സ്തോത്രം നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ആമേൻ. ഒരു കാലത്ത് അല്ലെങ്കിൽ നോഹയുടെ കാലത്ത് ജലപ്രളയം കൊണ്ട് ഭൂമി നശിച്ചെങ്കിൽ ആമേൻ അടുത്ത മുന്നറിയിപ്പ്, തീക്കായി ഈ ഭൂമിയെ സൂക്ഷിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ലോകം അവസാനിക്കുവാൻ പോവുകയാണ്. അതൊരു മുന്നറിയിപ്പാണ്. ആമേൻ. പത്രോസ് ലേഖനം ഇപ്രകാരം വിളിച്ചു. പത്രോസ് പറയുന്നു, ആമേൻ, മൂല പദാർത്ഥങ്ങൾ കത്തിയിടുകയും ഭൂമിയും അതിലുള്ളതെല്ലാം ആമേൻ വെന്തുരുകയും ചെയ്യുന്ന ദിവസത്തെ കൊണ്ട് നിങ്ങൾ കാത്തിരിക്കണം. ഹല്ലേലൂയ.
എത്ര വിശുദ്ധ ജനവും ഭക്തിയുള്ളവരായി തീരണമെന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ അവസാനമുണ്ട്, അതിൻ്റെ സമയം സമാഗതമായിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ്. നമുക്കറിയാം ഇന്ന് ഓരോ വർഷം കഴിയുന്തോറും ചൂട് വർദ്ധിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്താ സംഭവിക്കുന്നത്? സൂര്യനും ഭൂമിയും തമ്മിൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷം കഴിയുന്തോറും അതിൻ്റെ ഹല്ലേലൂയ ഭ്രമണപഥത്തിന് വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുകൊണ്ട് അന്തരീക്ഷത്തിലെ ഓസോൺ പാളികളിൽ വിള്ളലുണ്ടാക്കിക്കൊണ്ട് സൂര്യകിരണങ്ങൾ ഭൂമിയിലേക്ക് നേരിട്ട് പതിക്കുന്ന ചില നിമിഷങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഭൂമി. അപ്പോൾ ചൂടിനാൽ ഈ ഭൂമി മുഴുവനും നശിക്കുവാൻ പോകുന്നു. തീ കൊണ്ട് ഈ ഭൂമി മുഴുവനും നശിക്കുവാൻ പോകുന്നിരിക്കുന്നു എന്ന മുന്നറിയിപ്പാണ് ഹല്ലേലൂയ സ്തോത്രം നമ്മൾ വിശുദ്ധ ബൈബിളിലൂടെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ലോകത്തിന്റെ അവസാനമുണ്ട്. ഹല്ലേലൂയ. ചൂള പോലെ കത്തുന്ന ഒരു ദിവസമുണ്ട്. മൂലപദാർത്ഥങ്ങൾ കത്തിയടിയുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് അതിനു മുമ്പേ സുവിശേഷം പ്രസംഗിക്കപ്പെടണം. അപ്പോൾ സുവിശേഷം പെടേണ്ടതിനുള്ള അടുത്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ പറഞ്ഞ ആ ഭാഗം വിടുകയാണ്. എന്തുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കപ്പെടണം? സങ്കീർത്തന പുസ്തകത്തിൽ ഹല്ലേലൂയ 49-ാം സങ്കീർത്തനത്തിൽ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ ഹല്ലേലൂയ ലോകത്തിൽ ഒരു മനുഷ്യനും കഴിയുകയില്ല. ലോകത്തിൽ ഒരു മനുഷ്യനെ വീണ്ടെടുക്കുവാൻ കഴിയുകയില്ല. അത് സാധിക്കാത്തത് അവൻ്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറി. ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അവൻ്റെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയത്. എന്തുകൊണ്ടാണ് ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്നത്? സുവിശേഷം രക്ഷയാണ്. ഹല്ലേലൂയ. സുവിശേഷം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു വീണ്ടെടുപ്പിന്റെ സമയമാണ്. ഹല്ലേലൂയ. ഒരു ഗാനത്തിന്റെ ഇരടി ഇങ്ങനെ പാടുന്നുണ്ട്, നിൻ പ്രാണൻ പോകുന്നതിന് മുമ്പ് നിന്റെ ആത്മാവിൽ രക്ഷയെ നേടിയിടുക. ഹല്ലേലൂയ. പ്രിയ സ്നേഹിതരെ, ഈ ദേശത്തിലെ ദേശനിവാസികളെ ഹല്ലേലൂയ, ആ ഗാനം ഇങ്ങനെയാണ് പാടുന്നത്, നിൻ പ്രാണൻ പോകും ആത്മാവിൽ രക്ഷയെ നേടിടാ, നിൻ പ്രാണൻ പോകും ആത്മാവിൽ രക്ഷയെ നേടിടാ, ശ്രീയേശുപാദേ വരുമോ നീ വേഗം, ശ്രീയേശുപാദേ വരുമോ നീ വേഗം, കാലം നീ കളയാതെ ഏതു മറക്കാതെ ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ ഏതു മറക്കാതെ. നമ്പോട് വാണിടും ധനാത്യ സാധുക്കളായോരും, നമ്പോട് വാണിടും ധനാത്യ സാധുക്കളായോരും, എല്ലാരും അന്ത്യേ ഒരു പോലിലോ, എല്ലാരും അന്ത്യേ ഒരു പോലിലോകെ ഇല്ലത്തെ വെടിഞ്ഞിടും, ഏതു മറക്കാതെ ഏതു മറക്കാതെ ആനന്ദമേറും നിൻ
ഏതു മറക്കാതെ ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ ഏതു മറക്കാതെ. Praise the Lord. Hallelujah. ആരും ഇത് മറന്നു കളയരുത്. നിന്റെ പ്രാണൻ പോകുന്നതിന് മുമ്പ്, നിന്റെ ആത്മാവ് പോകുന്നതിന് മുമ്പ്, ഈ ലോകത്തിൽ നീ വിട പറയുന്നതിന് മുമ്പ് നിന്റെ രക്ഷകനായ യേശുവിനെ നീ കണ്ടെത്തുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. അതാണ് ഞങ്ങളുടെ സുവിശേഷത്തിന്റെ മുന്നറിയിപ്പ്, അതാണ് ഞങ്ങളുടെ സുവിശേഷത്തിന്റെ പ്രസക്തം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നിന്നെ വീണ്ടെടുക്കുവാൻ, നിന്നെ വിടുവിപ്പാൻ ആ കർത്താവ് ആമേൻ ഈ ഭൂമിയിലേക്ക് പ്രത്യക്ഷനാകുവാനായിട്ടിടയായി. ഞാൻ പറഞ്ഞ ആദ്യത്തെ ഭാഗം ഇതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ സുവിശേഷം പ്രസംഗിക്കുന്നത്? അതുകൊണ്ടാണ് ഇന്ന് ലോകം മുഴുവനും ഹല്ലേലൂയ സുവിശേഷത്തിൻ്റെ കാഹളം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ ഈ പ്രസംഗിക്കുമ്പോൾ ഇതേ വേദിയിൽ, ഇതേപോലുള്ള വേദികളിൽ ആമേൻ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആമേൻ മിഷണറിമാർ ആമേൻ ഹല്ലേലൂയ ഈ സുവിശേഷത്തിൻ്റെ സത്യങ്ങൾ ലോകമെമ്പാടും വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മുടെ ഈ പ്രദേശത്തും ഹല്ലേലൂയ ആമേൻ ഈ പ്രദേശത്തുള്ള നിങ്ങൾക്ക് വേണ്ടിയും ഒരിക്കൽ കൂടെ ഈ സുവിശേഷം നിങ്ങൾക്ക് വേണ്ടി മുഴങ്ങുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.